ഞാൻ എൻ്റെ ഭാഗത്ത് നമ്മൾ താറാവിനെയും കോഴിയൊക്കെ വളർത്തുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. വെള്ളം ദിവസം 2 നേരം മാറണം. ദിവസവും കൂട് വൃത്തിയാക്കണം. സ്ഥലമില്ലാത്തവർ ചെയ്താൽ മതി. സ്ഥലമുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. സ്ഥലമില്ലാത്തവർ വളർത്തുമ്പോൾ കൂട് എന്നും വൃത്തിയാക്കണം. അത് രാവിലെ തന്നെ കൂട് വൃത്തിയാക്കണം. എൻ്റെ പാത്തെല്ലാം കുളിച്ചൊക്കെ റെഡിയായിരിക്കുക. ഇപ്പോൾ വിശ്രമത്തിലാണ്. താറാവ് പിന്നെ രണ്ടാമത്തെ ആഹാരത്തിന് വേണ്ടി ഇരിക്കുക. ഞാനായി ബഹളം വെക്കുന്നത്. രണ്ടാമത്തെ ആഹാരത്തിന് വേണ്ടി നിൽക്കുകയാണ്. ഞാനായി ബഹളം ഉണ്ടാക്കുന്നത്. രാവിലെ ശരിക്കും ആഹാരം കൊടുക്കും. പിന്നെ ഒരു 4 മണിയാകുമ്പോൾ ശരിക്ക് ആഹാരം കൊടുക്കും. അവരെല്ലാവരും കുളിച്ച് റെഡിയായി കുട്ടപ്പനായിട്ടിരിക്കുക. ഇനി വെള്ളം ഒന്ന് മാറ്റണം. എല്ലാവരും ഒന്നായിട്ടിരിക്കുക. ഒരു ഭാഗത്ത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. അവനവിടെ പേടിയാണ് മറ്റവരുടെ. അവനിവിടെ നിൽക്കത്തുള്ളൂ. ഞാൻ റെഡിയായി നിൽക്കുകയാണ്. എല്ലാം കുളിച്ച് നല്ല ഭംഗിയായിട്ടിരിക്കുക. ഇപ്പോൾ സമയം 2:30. രാവിലെ എല്ലാം കൂടെല്ലാം കഴുകി വൃത്തിയാക്കി അറക്കപ്പൊടിയൊക്കെ ഇട്ടതാണ്. ദിവസവും രാവിലെ 7 മണിയാകുമ്പം വൃത്തിയാക്കും. അറക്കപ്പൊടിയെല്ലാം വാരിക്കളഞ്ഞ് കഴുകാനുള്ള അടിപൊളി വൃത്തിയാക്കും. വെള്ളവും മാറ്റി വെച്ച് കൊടുക്കും. ഇനിയിപ്പോൾ ദിവസം 2 നേരം വെള്ളം മാറ്റി കളയണം. അല്ലെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും. കോഴിയെ വളർത്തുമ്പോൾ ഇതുപോലെ തന്നെ ദിവസവും വൃത്തിയാക്കണം. ദിവസവും വൃത്തിയാക്കിയില്ലെങ്കിൽ നല്ല സ്മെല്ലടിക്കും. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം നമുക്ക് മുട്ട കിട്ടുമ്പോഴാണ് അതിൻ്റെ അകത്തുള്ള വലിയ സന്തോഷം വരുന്നത്. മുട്ട കിട്ടണമെങ്കിൽ ശരിക്കും നോക്കണം. അതിൻ്റെ പാത്രം മുട്ടയൊന്നും ഇട്ടിട്ടില്ല. പിഴയം പറഞ്ഞ് തന്നതാണ്. കുമ്പാണ്ടത്തിനെ വാങ്ങിച്ച് 8ഉം 7 പൂവനാക്കി. ഇപ്പോൾ 4 മണിയാകുമ്പോഴത്തേക്ക് രണ്ടാമത്തെ തീറ്റ കൊടുക്കും. കുറച്ച് കൊടുക്കും. പിന്നെ വൈകിട്ടാണ്. എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. എല്ലാം നല്ല ക്യൂവിലാണ് നിൽക്കുന്നത്. കണ്ടോ, കമ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കുളിക്കാൻ അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചതാണ്. പൂവനായിപ്പോയി.